അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈ ബാങ്കിങ് ഫണ്ട്, അതായത് EFT സിസ്റ്റം, അതായത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് NEFT, സെക്കൻഡ് വൺ RTGS. ഇത് കുറച്ചും കൂടി നമുക്ക് കോമൺ ആൾക്കാർക്ക് കൂടി കുറച്ചും കൂടി ഫെമിലിയർ ആണ് RTGS, അതായത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ അടുത്ത മെത്തേഡ് RTGS. അതിലെങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ മണി ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം എന്താണ് വൺ അക്കൗണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ ഓൺ എ റിയൽ ടൈം ബേസിസ് യൂസിങ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. അതായത് റിയൽ ടൈം ബേസിസിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് RTGS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് എങ്ങനെയാണ്? ദർ ഇസ് നോ മാക്സിമം. ഇതിൽ നമുക്ക് പറഞ്ഞു ഒരു 10 lakh വരെ ഒരു മാക്സിമം ഒരു ദിവസം അയക്കാൻ പറ്റുള്ളൂ. പക്ഷേ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റിൽ മാക്സിമം ലിമിറ്റ് ഉണ്ടോ? ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിലും പണം അയക്കാം. പക്ഷെ മിനിമം എത്ര അയക്കണം എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. മിനിമം നമ്മൾ എത്രയാണ്? മിനിമം 2 lakh. മിനിമം 2 lakh ആണ്. പക്ഷെ മാക്സിമം അൺലിമിറ്റഡ്, നമുക്ക് എത്ര വേണമെങ്കിലും അയക്കാം, അതിലൊരു ലിമിറ്റ് ഇല്ല. അപ്പോൾ RTGS വഴി അങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത്. ദ ട്രാൻസാക്ഷൻസ് ആർ പ്രോസസ്ഡ് ത്രൂ ഔട്ട് ദ RTGS ബിസിനസ് ഓണേഴ്സ്, അല്ലേ? ബിസിനസ് ഓണേഴ്സാണ് മാക്സിമം അത് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് അത് പറയുന്നത്? ടു ബി ഏബിൾ ടു ട്രാൻസ്ഫർ മണി ത്രൂ RTGS ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഫ്രം ദ ബാങ്ക് ടു RTGS. അതായത് നമ്മൾ പറഞ്ഞത് സെൻഡർ റിസീവർ ഉണ്ടായിരിക്കണം, അങ്ങനെയാണ്. ഇതിൽ മെയിൻ പറയാനുള്ളത് റിയൽ ടൈം ബേസിസിലായിരിക്കും അത് സെറ്റിൽ ചെയ്യുന്നത്. മാക്സിമം ലിമിറ്റ് ഉണ്ടായിരിക്കില്ല. മിനിമം നമുക്ക് 2 lakh ആണ് അതിൻ്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം? എമൗണ്ട് ടു ബി സെൻഡ്, എത്രയാണ് എമൗണ്ട് സെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അക്കൗണ്ട് നമ്പർ ഓഫ് ദ സെൻഡർ, ആർക്കാണോ അയക്കുന്നത് അയാളുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ ആരാണോ അയക്കുന്നത് അയാളുടെ അക്കൗണ്ട് നമ്പർ, ആർക്കാണോ അയക്കുന്നത് ബെനിഫിഷ്യറിയുടെ നെയിം, അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. അയാളുടെ ബാങ്കിന് ബ്രാഞ്ച് നെയിം, IFSC കോഡ്, ദെൻ നമ്മൾ ആരാണോ അയക്കുന്നത് അയാളുടെ ഇൻഫോർമേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് അതിലുണ്ടാവേണ്ടത്. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ IMPS. IMPS എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇമ്മീഡിയറ്റ് IM എന്ന് ഒന്നിച്ചാൽ പറയാം. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസാണ് IMPS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് അതെന്ന് പറഞ്ഞാൽ ദ മണി ഈസ് ട്രാൻസ്ഫേർഡ് ഇൻസ്റ്റൻ്റ്ലി ത്രൂ മൊബൈൽ ഫോൺ യൂസിങ് ദ ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് ഫണ്ട്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം തന്നെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് നടത്തുന്നതിനെയാണ് പറയുന്നത്. അത് യു ക്യാൻ മേക്ക് ദ ട്രാൻസാക്ഷൻ 24/7. ഒരു വർഷത്തിൽ നമുക്ക് 24/7 നമുക്കത് യൂസ് ചെയ്യാം. അക്രോസ് ബാങ്ക് ഇൻക്ലൂഡിങ് ഓൾ വീക്കെൻഡ്സ് ആൻഡ് ബാങ്ക് വീക്കെൻഡ് ആയാലും ശരി, ഹോളിഡേ ആയാലും ശരി ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്താണ്? ദ മണി ക്യാൻ ബി ട്രാൻസ്ഫർ യൂസിങ് ഫോൺസ്, ATMs, മൊബൈൽ മണി ഐഡൻറ്റിഫൈ, MMID ആൻഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ്, അല്ലേ? നമ്മൾ കാണില്ലേ MMID, നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിൽ വരുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ നോർമലി ഈ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. E-commerce പർച്ചേസിലൊക്കെ MMID, ATM കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, അങ്ങനെയുള്ള ഇത്. അത് നമുക്ക് എല്ലാ സമയത്തും 24/7 നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ബാങ്കിന് ഹോളിഡേ എന്നുള്ള പ്രധാനമൊന്നുമില്ല. അതാണ് IMPS എന്ന് പറയുന്നത്, മൊബൈൽ വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ ആവശ്യമുള്ളത്? MMID ഓഫ് ദ റെസിപ്പിയൻ്റ് നമുക്ക്, അതായത് മൊബൈൽ മണി ഐഡൻറ്റിഫയർ എന്നാണ് MMID കൊണ്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ MMID കൊടുക്കുക റെസിപ്പിയൻറ്റിന്, അതിൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? ആർക്കാണോ അയക്കണം അയാളുടെ പേര്, അയാളുടെ മൊബൈൽ നമ്പർ, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു മെത്തേഡ് UPI. നാലാമത്തതാണ് UPI. ഇത് നോർമലി നമ്മൾ കേട്ടിട്ടുള്ള UPI പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നാണ് UPI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, facilitating interbank transaction. The interface is regulated by the Reserve Bank of India and works. അതായത് UPI പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൺലൈൻ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്കിപ്പം ആർക്ക് വേണമെങ്കിലും ഒരാൾ UPI ID പ്രൊവൈഡ് ചെയ്യും. ആ ID അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് വേറൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ UPI ID ഉണ്ടെങ്കിൽ ഇപ്പം അയാൾക്ക് ഇങ്ങോട്ടാണെങ്കിൽ അയാളുടെ UPI ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് അനദർ മെത്തേഡാണ്.
അപ്പോൾ ഇത്രയും മെത്തേഡിലാണ് നമ്മൾ എന്ത് വാരിയസ് ആയിട്ട് ഫണ്ട് EFT അതായത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തുന്നത്. അതായത് നെഫ്റ്റ് NEFT വഴി, റിയൽ ടൈം RTGS വഴി, IMPS വഴി, ദെൻ UPI വഴി. ഓക്കെ, അപ്പം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നെഫ്റ്റ് പറഞ്ഞല്ലോ. അത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ഈ പേയ്മെൻറ്റ്, ETF എന്ന് പറഞ്ഞ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് വെർച്വൽ കറൻസി. വെർച്വൽ കറൻസി എന്ന് പറഞ്ഞാൽ എന്താ, പേര് പോലെ തന്നെ ഡിജിറ്റൽ കറൻസിനെയാണ് വെർച്വൽ കറൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ഇനിയിപ്പം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി മാറിയിട്ട് നമ്മളിപ്പം ഈ കാർഡിനെ നമ്മൾ ചില പേയ്മെൻറ്റ്സ് ആയാലും നമുക്ക് ഡിജിറ്റൽ മണി ആവാൻ പോവാന്ന് കേട്ടിട്ടുണ്ട്. അതൊരു കോൺസെപ്റ്റ് ആയി വരുന്ന, നമുക്കിപ്പോൾ നമ്മൾ ഈ കയ്യിൽ ക്യാഷ് കൊണ്ടു നടക്കുന്നില്ലേ, അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ മണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറാം. അതിനാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ വെർച്വൽ മണി എന്ന് ഉദ്ദേശിക്കുന്നത്. വെർച്വൽ കറൻസി ഓർ വെർച്വൽ മണി ഈസ് എ ടൈപ്പ് ഓഫ് unregulated digital currency which is issued and usually controlled by the developers and used and accepted among the members of a specified virtual community. Examples of virtual currencies are frequent flyer programs, various അതായത് മൈക്രോ പോയിൻറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വെർച്വൽ കറൻസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയാണ്. ഒരു ഇലക്ട്രോണിക് ഫോമിലായിരിക്കും നമുക്കത് അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, അതല്ലാതെ നമ്മളിപ്പോൾ കൊണ്ട് നടക്കുന്ന പോലെ ഒരു ഫിസിക്കൽ ഫോമിലായിരിക്കില്ല, ഇലക്ട്രോണിക് ഫോമിലായിരിക്കും ആ കറൻസി ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരിക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നമുക്ക് വന്നാലേ നമുക്ക് അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇറ്റ് സ്റ്റോർഡ് ആൻഡ് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ, നമുക്ക് കൊണ്ട് നടക്കേണ്ട പണം. അതുപോലെ കള്ളം കൊണ്ടുപോകുന്നുള്ള പേടി അങ്ങനെയൊന്നുമില്ല, വീണു പോകുന്നുള്ള. നമുക്ക് ഡിജിറ്റലി ആയതുകൊണ്ട് നമുക്ക് ഈ ഫോൺ നെറ്റ്വർക്കുള്ള അവസ്ഥയെ പോലും ഇനിയുള്ള മനുഷ്യന്മാർക്കുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ത്രൂ ഡിസൈൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് മൊബൈൽ ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലേ, അതുവഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുക ഡിജിറ്റൽ വാലറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. Then virtual currency is considered to be a subset of the digital currency group which also includes cryptocurrencies which exist with the blockchain network. Then it is controlled by a centralized banking authority ആയിരിക്കും. Then virtual currency is different than the digital currency since digital currency is simply currency issued by a bank in digital forms. Okay. Virtual currency is unregulated without a legal, അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി വെർച്വലി അൺറെഗുലേറ്റഡ് ഡിജിറ്റൽ കറൻസിനെയാണ് നമ്മൾ വെർച്വൽ കറൻസിയോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, ACH, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക് that coordinates electronic payments and automated money transfer, that is process transaction, usually domestic low value payment. അതായത് ഈ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക്സ് ആണ്. കമ്പ്യൂട്ടർ ബേസ് ആയിരിക്കും. അതുവഴി എന്ത് ചെയ്യുക, നമ്മളെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സിനെ എന്താ പറയുക, കോർഡിനേറ്റ് ചെയ്യുക. ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് കുറേ ഡിഫറൻസ് മെത്തേഡൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ACH എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ACH and EFT payments are similar in that they are both forms of electronic payments. രണ്ടും എന്താണ്, ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെത്തേഡാണ്. EFT refers to digital payments whereas ACH is a specific type of EFT. EFT എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, രണ്ടും ഫണ്ട് ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നതാണ്. കുറച്ചും കൂടി കൺട്രോൾഡ് ഫോം ആയിരിക്കും ACH എന്ന് പറഞ്ഞാൽ. മറ്റേതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിലാണ് കൂടുതൽ ഫോക്കസ് EFT എന്ന് പറഞ്ഞാൽ. പക്ഷേ ACH പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ടൈപ്പ് ഓഫ് EFT ആണ്. അതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മണി ട്രാൻസ്ഫർ ആണ് ഈ ACH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then money moves from one bank to another banks. This money moves electronically through the automated clearing house networks. Okay, അതായത് ACH-ലൂടെയാണ് നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് എന്ത് മണി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസസ് വഴി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് എന്താണ്, ലോവർ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനും വരുന്നത്. കൺവീനിയൻസ് ആണ്, കസ്റ്റമർ പ്രിഫറൻസ് കൂടുതലായിരിക്കും, റെക്കോർഡ് കീപ്പിംഗ് കൺവീനിയൻസ് ആയിരിക്കും. അങ്ങനെ കുറേ എന്തുണ്ട് ബെനിഫിറ്റ്സ് അതിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബാങ്കിങ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ പഠിക്കുന്നത്. ഈ ബാങ്കിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൽ എന്താണ് അതിൻ്റെ ആവശ്യകത നോക്കി, അതിൽ ഈ ബാങ്കിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് നമ്മൾ നോക്കി, വെർച്വൽ കറൻസി എന്താണെന്ന് നോക്കി, ഇത് പിന്നെ അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണുള്ളത്, നെഫ്റ്റ്, RTGS,
IMBS UPI. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, നന്നായിട്ട് റീഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ.